എല്ലാവർക്കും നമസ്കാരം. സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ സ്പിരിച്വൽ വാർഫെയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഈ പൈശാചിക മണ്ഡലത്തോട് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളത് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു വചനഭാഗം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിനും ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഇത് പൗലോസ്ലീഹയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കും എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചതെന്താ? നമ്മൾ ഈ പൈശാചിക മണ്ഡലത്തോട് യുദ്ധം ചെയ്യുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സർവായുധ വർഗം നമ്മൾ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഈ ലോകത്തിൽ നമ്മളൊരു യുദ്ധത്തിന് പോയാലും ചുമ്മാ ആരും യുദ്ധത്തിന് പോകത്തില്ലല്ലേ. നമ്മളുടെ പട്ടാളക്കാരെയൊക്കെ എടുത്ത് നോക്കിയാൽ അവർക്കൊരു യൂണിഫോം ഉണ്ടല്ലേ, അവർക്ക് യൂണിഫോം ഉണ്ട്, അവർക്കൊരു കവചമുണ്ട്, അവരുടെ കയ്യിൽ ആയുധമുണ്ട് അല്ലേ. ഇതൊക്കെ കൊണ്ടാണ് അവരെങ്ങോട്ട് പോകുന്നത്, യുദ്ധത്തിന് പോകുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മൾ ആത്മീയ യുദ്ധത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ദൈവത്തിൻ്റെ സർവായുധ വർഗം നമ്മൾ ധരിച്ചിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർവായുധ വർഗം എന്താണ് എന്നുള്ളത് ദൈവം വചനത്തിലൂടെ നമ്മളോട് വ്യക്തമായി സംസാരിച്ചിരിക്കുകയാണ്. എന്താണ് സർവായുധ വർഗം? നമ്മളുടെ അരയ്ക്ക് സത്യം കെട്ടണം. അതായത് നമ്മൾക്കറിയാം, നമ്മൾ ഇന്നൊരു പട്ടാളക്കാരെ ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കിയും അവരുടെ യൂണിഫോമിന് അവർക്കൊരു ബെൽറ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ബെൽറ്റ് എന്താണ് കാണിക്കുന്നത്? അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അതിനകത്തല്ലേ. അതുകൂടാതെ അവരുടെ ആ ഒരു യൂണിഫോമിന് ഒരു മുറുക്കമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എനിവേ എന്തായാലും അവിടെ എന്താണത്? ബെൽറ്റ് കാണിക്കുന്നത് എന്താണ്? നമ്മളുടെ ആ ഒരു യൂണിഫോമിൻ്റെ ആ ഒരു ഉറപ്പിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു എന്താ പറയുക, നമ്മളുടെ ആ ഒരു ആയുധത്തിൻ്റെ, അതായത് നമ്മളുടെ ഒരു സർവായുധ വർഗത്തിൻ്റെ ആ ഒരു ഉറപ്പിനെയാണ് എന്ത് കാണിക്കുന്നത്? സത്യം എന്ന് പറയുന്ന ബെൽറ്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ബെൽറ്റ് എന്തായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സത്യമെന്ന ബെൽറ്റായിരിക്കണം നമ്മൾ എന്ത് കെട്ടേണ്ടത്? നമ്മളുടെ അരയിൽ കെട്ടേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? സത്യസന്ധത ഉണ്ടായിരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ സത്യസന്ധത, എന്ത് വിഷയം വന്നാലും അതിലെന്തുണ്ടായിരിക്കണം? സത്യസന്ധരായിരിക്കണം. നമ്മൾ സത്യം പറയുന്നവരായിരിക്കണം, സത്യം പ്രവർത്തിക്കുന്നവരായിരിക്കണം, സത്യസന്ധരായിരിക്കണം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ സർവായുധ വർഗത്തിൻ്റെ ഒന്നാമത്തെ നമ്മളുടെ അരപ്പട്ട എന്ന് പറയുന്നത് എന്താണ്? സത്യമാണ്. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? നീതി എന്ന കവചം. ഓക്കെ, നമ്മൾക്കറിയാം ഈ കവചം എന്താണ്? നമ്മളിങ്ങനെ പട്ടാളക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ ഒരു ഷീൽഡ് പോലെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇങ്ങനെ അവരുടെ ശരീരത്തിനകത്തൊരു കവചം അവർ ധരിച്ചിട്ടുണ്ടാകും. ആ കവചം എന്തിനാ? ഡയറക്റ്റ് വരുന്ന ശത്രുവിൻ്റെ അറ്റാക്കുകൾ നമ്മളുടെ ശരീരത്തിന് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കവചം എന്തായിരിക്കണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നീതി എന്ന കവചം ധരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീതി എന്ന് വെച്ചാൽ നീതികേട് ചെയ്യാതെ നീതിയോടെ നമ്മൾ ജീവിക്കുക അല്ലെ, നീതി പ്രവർത്തിക്കുക, നീതിയുടെ പക്ഷം നിൽക്കുക അല്ലെ. നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? നീതി ഉണ്ടായിരിക്കണം. മറ്റുള്ളവർക്ക് നീതി നടത്തി കൊടുക്കുന്നവരായിരിക്കണം. നമ്മൾ നീതിയോടെ പ്രവർത്തിക്കുന്നവരായിരിക്കണം. നമ്മൾ നീതിയുടെ പക്ഷം നിൽക്കുന്നവരായിരിക്കണം. അപ്പോൾ നീതി എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ കവചം എന്തായിരിക്കണം? നീതി എന്ന കവചം നമ്മൾ ധരിച്ചിരിക്കണം. പിന്നെ അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പായിരിക്കണം അല്ലേ. നമ്മൾക്കറിയാം, നമ്മളുടെ കാലിൽ എന്തുണ്ടായിരിക്കണം? ചെരുപ്പ് ധരിക്കണം. അല്ലാതെ ചെരുപ്പ് ധരിക്കാതെ പോയാൽ എന്ത് ചെയ്യും? നമ്മൾ നിലത്തൊക്കെ നമ്മൾ നടത്തുമ്പോൾ നമ്മൾക്കറിയാം, ആശ്ചര്യമായി നമ്മൾക്കറിയാം, നമ്മളുടെ കാലിന് മുള്ളും കുപ്പിച്ചിലും അങ്ങനെയുള്ളതൊക്കെ നമ്മളുടെ കാലിൽ പറ്റും. അതുകൂടാതെ ചെളിയൊക്കെ പറ്റും. അത് പറ്റാതിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെരുപ്പ് ധരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മീയ യുദ്ധത്തിന് മുൻപുള്ള നമ്മളുടെ ചെരുപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം എന്ന് വെച്ചാൽ നമ്മളുടെ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ നമ്മളെ പറ്റാതെ നമ്മൾ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉറപ്പ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനം എന്താണ്? വചനം നമ്മളുടെ ഒരു സമാധാനമാണല്ലേ. ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് സമാധാനം തരുന്നതാണ്. മറ്റുള്ളവരോട് നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അത് അവർക്കും സമാധാനം കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ ദൗത്യം എന്താണ്? ദൈവസന്നിധിയിൽ മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ ആ ഒരു വചനം ഷെയർ ചെയ്യുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം നമ്മളിൽ ഉണ്ടല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം, ആ ഒരു വചനത്തിൻ്റെ
ചെരുപ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം നമ്മളുടെ കാലിലുണ്ടായിരിക്കണം. നമ്മൾ യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നവരായിരിക്കണം, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരായിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുക്കണം. അപ്പോൾ പരിചയം നമ്മൾക്കറിയാമല്ലേ, ഈ കളരിപ്പയറ്റൊക്കെ നടത്തുന്നവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു പരിചയം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്തിനാണ്? നമ്മളുടെ ആ ഒരു ആയുധങ്ങളുടെ ഡയറക്റ്റ് എന്താ പറയുക അറ്റാക്ക് നമ്മൾക്ക് സംഭവിക്കാതിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പരിചയം ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ ആ പരിചയം എന്തായിരിക്കണം? വിശ്വാസം എന്ന പരിചയം. വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസികളായിരിക്കണം. നമ്മൾ എന്ത് വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസം എന്ന പരിചയം നമ്മൾക്കുണ്ടായിരിക്കണം. ആ വിശ്വാസം എന്താണ്? നമ്മൾക്കതൊരു പരിചയമാണല്ലേ. അപ്പോൾ ആ പരിചയം എന്ന വിശ്വാസം നമ്മൾ എടുത്തിരിക്കണം, നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവവചനം എന്ന വാള്. ഓക്കെ, അപ്പോൾ ഈ ദൈവവചനം എന്ന വാള് നമ്മൾ എന്തായിരിക്കണം? എടുത്തിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം എന്താണ്? അത് ഇരുവായ്ത്തലുള്ള മൂർച്ചേറിയ വാളാണ് അല്ലേ. അപ്പോൾ അത് വെട്ടുന്നതാണ്, അതായത് പൈശാചിക ശക്തികളെ വെട്ടിക്കളയുവാൻ ശക്തിയുള്ള വാളാണ് എന്ത്? ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ എന്ത് പറയണം? നമ്മൾ വചനം വായിക്കുന്നവരും പഠിക്കുന്നവരും വചനം നമ്മൾ പറയുന്നവരുമായിരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വചനം എടുത്തു വേണം നമ്മൾ ആരോട് ഫൈറ്റ് ചെയ്യുവാൻ? പൈശാചിക മണ്ഡലത്തോട് നമ്മൾ ഫൈറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ യേശു കർത്താവ് നമ്മൾക്ക് അത് തന്നെയാണ് കാണിച്ചു തന്നത്. ദൈവത്തിൻ്റെ അടുത്ത് പിശാച് പരീക്ഷിക്കുവാൻ വന്നപ്പോൾ ആ പിശാചിനെ ദൈവം നേരിട്ടത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനമാകുന്ന വാളുകൊണ്ടാണ് അല്ലേ ആ പിശാചിനെ ദൈവം വെട്ടിക്കളഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും എന്ത് ചെയ്യണം? ദൈവവചനമാകുന്ന വാൾ നമ്മൾ എടുത്തിരിക്കണം. ആ വചനമാകുന്ന വാളെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? പൈശാചിക ശക്തികളെ വെട്ടുവാൻ ആ വാള് നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് രക്ഷ എന്ന ശിരസ്ത്രമാണ് നമ്മളോട് ധരിക്കുവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രക്ഷ എന്ന ശിരസ്ത്രം നമ്മൾ ധരിക്കണം അല്ലേ. നമ്മൾക്കറിയാം നമ്മളുടെ തലയ്ക്ക് അറ്റാക്ക് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? രക്ഷ എന്ന ഒരു ശിരസ്ത്രം നമ്മൾ വെക്കും അല്ലേ. നമ്മുടെ പട്ടാളക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ മുഖവും ഇതൊക്കെ ഇങ്ങനെ മറച്ചു വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ശിരസ്ത്രമാണ്, നമ്മളുടെ ശിരസ്സിന് വരുന്ന ആ ഒരു അറ്റാക്കുകളെ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ധരിച്ചിരിക്കണം? രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രക്ഷ എന്താണ്? നമ്മൾ ഈ ആത്മയുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപേ നമ്മൾ എന്തായിരിക്കണം? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതലാണ് ആരോട് യുദ്ധത്തിന് പോകേണ്ടത്? പൈശാചിക ശക്തികളോട് യുദ്ധത്തിന് ഇറങ്ങേണ്ടത്. അല്ല എങ്കിൽ നമ്മൾക്ക് തലയ്ക്ക് അറ്റാക്ക് കിട്ടും. ഓക്കെ, അതാണ് നമ്മളുടെ പിശാച് നമ്മളെ വെട്ടിക്കളയുവാനുള്ള ചാൻസ് ഉണ്ട്. പിശാച് നമ്മളെ തകർത്ത് കളയുവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തുണ്ടായിരിക്കണം? നമ്മൾക്ക് രക്ഷ എന്ന ശിരസ്ത്രം നമ്മൾ ധരിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള് നമ്മൾ പറഞ്ഞു. ഇനി സകല പ്രാർത്ഥനയും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് പിന്നെ നെക്സ്റ്റ് നമ്മൾ സർവായുധ വർഗം എടുത്തിങ്ങനെ നിന്നാൽ മതിയോ? പോരാ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥനയും യാചനയും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ പ്രാർത്ഥിക്കുക, ആരാധിക്കുക, നമ്മൾ വചനം വായിക്കുക, നമ്മൾ ഉപവസിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുവാൻ വേണ്ടിയിട്ടും പൈശാചിക ശക്തികളോട് നമ്മൾ എതിർത്ത് നിൽക്കാൻ. ഒന്നും കൂടെ ഞാൻ ആ ഒരു വചനഭാഗം വായിക്കാം. സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് നിൽക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സർവായുധവർഗം ധരിക്കുക, നമ്മുടെ പ്രാർത്ഥനയും യാചനയും ആരാധനയും ഒന്നും കുറയാതിരിക്കുക. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ ഒരു കാതലായൊരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പൈശാചിക ശക്തികളെ അതിനോട് നമ്മൾ സ്പിരിച്വൽ വാർഫെയർ നടത്തേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? ഒന്നാമത് ആരായിരിക്കണം? നമ്മൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവ പൈതലായിരിക്കണം. രണ്ടാമത് നമ്മൾ എന്തുണ്ടായിരിക്കണം? ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. അപ്പോൾ സർവായുധ വർഗം എന്താണെന്ന് നമ്മളിപ്പോൾ വായിച്ചു, നമ്മളിപ്പോൾ അത് കേട്ടു അല്ലേ. അപ്പോൾ ആ സർവായുധ വർഗം നമ്മൾ ധരിച്ചിരിക്കണം. ആ സർവായുധ വർഗം ധരിച്ച് പ്രാർത്ഥനയാലും യാചനയാലും വേണം നമ്മൾ എന്ത് ചെയ്യുവാൻ? പൈശാചിക ശക്തികളോട് യുദ്ധം ചെയ്യുവാൻ. അപ്പോൾ അതിനാണ് ഞാൻ ഇത്രയും നേരവും നിങ്ങളോട് പറഞ്ഞത്. ഏതാണ്? ഓരോ സ്പിരിറ്റുകളെക്കുറിച്ച് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പൈശാചിക ശക്തികളോട് നമ്മൾ സ്പിരിച്വൽ വാർഫെയർ നടത്തുമ്പോഴുണ്ടല്ലോ, നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒന്ന് ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെടണം. നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് സർവായുധ വർഗമൊക്കെ ധരിച്ച് റെഡിയായി നിൽക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ ഒരു ദിവസം നമ്മൾക്കിപ്പോൾ ഏതിനോടാണ് യുദ്ധം ചെയ്യേണ്ടത്? ഏത് പൈശാചിക എല്ലാത്തിനോടും കൂടെ ഒന്നിച്ച് ഇറങ്ങാനല്ല, നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഏതെങ്കിലും ഈ പൈശാചിക ശക്തികളോട് നമ്മൾ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾക്ക്
വ്യക്തമായ കാഴ്ചപ്പാടുകളും വ്യക്തമായ ധാരണ നമ്മൾക്കുണ്ടായിരിക്കണം. ഓക്കെ, നമ്മളിങ്ങനെ കാടടച്ച് വെടിവെക്കുവാനല്ല പോകേണ്ടത്. നമ്മൾ ഭൂമിയിലുള്ള യുദ്ധത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾക്കറിയാം നമ്മളുടെ ശത്രു ആരാണെന്നുള്ളതും നമ്മൾ വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഒറ്റ എക്സാമ്പിൾ പറയാം. നമ്മൾക്കൊരു രോഗത്താൽ നമ്മൾ ഭയങ്കര ഭാരപ്പെട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തി ഉണ്ടെന്ന് ഞാൻ അതിനു മുൻപേ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പൈശാചിക ശക്തി, അപ്പോൾ നമ്മൾ സ്പിരിച്വൽ വാർഫെയർ നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇന്ന് ഞാൻ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? എൻ്റെ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തി, അതായത് എനിക്ക് രോഗമിടുന്ന ആ ദുരാത്മ ശക്തിയോടാണ് ഞാൻ യുദ്ധം ചെയ്യുന്നതെന്ന് നമ്മൾ വ്യക്തമായി പറഞ്ഞിരിക്കണം. അത് നമ്മൾ ആരോടാണ് പറയേണ്ടത്? നമ്മുടെ ദൈവസന്നിധിയിൽ വയ്ക്കണം. ദൈവമേ, ഇന്ന് ഞാൻ എനിക്ക് രോഗം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ കൂടെ മാറി എനിക്ക് രോഗം കൊണ്ടുവരുന്ന ആ പൈശാചിക ശക്തിയോടാണ് ഇന്ന് ഞാൻ യുദ്ധം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. നമ്മൾ അത് ദൈവത്തോട് പറഞ്ഞിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാം ദൈവമേ, ഇന്ന് ഞാൻ എൻ്റെ ഈ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഈ രോഗശക്തി, ഈ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഈ ദുരാത്മാവിനോടാണ് ഇന്ന് ഞാൻ യുദ്ധം ചെയ്യുന്നതും. പരിശുദ്ധാത്മാവെ, അതിനെന്നെ അങ്ങ് സഹായിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൂതന്മാരോട് കൽപ്പിക്കണം. ദൂതന്മാരെ, ഈ എൻ്റെ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഈ രോഗശക്തിയെ അവരോട് യുദ്ധം ചെയ്യുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശുദ്ധ ദൂതന്മാർ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ അന്യഭാഷയിലേക്ക് കടക്കണം. ഓക്കെ, നമ്മൾ അന്യഭാഷയിലേക്ക് കടന്ന് അന്യഭാഷയുടെ തലങ്ങളിലേക്ക് പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയി കഴിയുമ്പോഴാണ് നമ്മളുടെ അത് വലിയ തലങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ നമ്മൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ട് നമ്മൾ കൈകൊണ്ട് അങ്ങനെ ഇങ്ങനെ വെട്ടുന്നതൊക്കെ കാണിക്കും. അത് നമ്മൾ ആത്മാവിൽ അത് ചെയ്യുന്നത് കേട്ടോ, ബുദ്ധി കൊണ്ടല്ല, ആത്മാവിലാണ് നമ്മളത് ചെയ്യുന്നത്. ആത്മാവ് നമ്മളെ അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെ നമ്മളെ തലങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ കൊണ്ടുപോയി ആ പൈശാചിക ശക്തിയെ വെട്ടിക്കളയുവാൻ ഇടയായിത്തീരും. ഓക്കെ, അപ്പോൾ അത് 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ ഒന്നും തീരുന്ന ശുശ്രൂഷ അല്ലത്. അതൊരു ചിലപ്പോൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ചിലപ്പോൾ അത് എടുത്തുന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു യുദ്ധത്തിന് നമ്മൾ ഇറങ്ങുന്നതിന് മുൻപ്, ഇതൊരു ആത്മീയത്തിൻ്റെ ഹയർ ലെവലാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുൻപേ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞു. നമ്മൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആളായിരിക്കണം. രണ്ടാമത് സർവായുധവർഗം എടുത്തിരിക്കണം. മൂന്നാമത് എന്താണ്? നമ്മൾ അന്യഭാഷ പ്രാപിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കണം കേട്ടോ. അപ്പോൾ അല്ലാത്തവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചാൽ പറ്റും. നിങ്ങൾ വചനം പറഞ്ഞ് നമ്മൾക്ക് വെട്ടുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ വചനം പറയണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അന്യഭാഷയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുകയും ഇത് ജീവിതത്തിൽ വലിയ വിടുതൽ കൊണ്ടുവരും കേട്ടോ. ഞാൻ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഞാൻ രോഗത്തിൻ്റെ ആ ഒരു സ്പിരിറ്റ് പറഞ്ഞു, അതുപോലെ പല സ്പിരിറ്റുകളുണ്ട്. നമ്മളുടെ സാമ്പത്തികത്തെ ചോർത്തിക്കളയുന്ന, സാമ്പത്തിക മണ്ഡലത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന, സാമ്പത്തികത്തെ ചോർത്തിക്കളയുന്ന, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ്. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ എന്തിനോടാണ് യുദ്ധം ചെയ്യുന്നതെന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ആ അഡ്രസ്സ് ചെയ്തിട്ട് വേണം നമ്മൾ അതിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പൈശാചിക ശക്തിയെ അഡ്രസ്സ് ചെയ്തിട്ട് വേണം നമ്മൾ യുദ്ധം ചെയ്യാൻ. ഓക്കെ, നമ്മൾ ഓർക്കുക, നമ്മൾ എന്ത് കാര്യത്തിനല്ലേ പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾക്ക് എന്തുണ്ടായിരിക്കണം? വ്യക്തത ഉണ്ടായിരിക്കണം, നമ്മൾ എന്താണ് പറയുന്നതെന്ന്. കാരണം ഓർക്കുക, നമ്മളുടെ ദൈവ പൈതലിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു നെഗറ്റീവുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം നമ്മളുടെ വായിൽ നിന്ന് അറിയാതെ വീണ് പോയാൽ അതിനെയൊക്കെ പിടിച്ച് നമ്മൾക്കെതിരെ നിൽക്കുന്ന ഒരു ശക്തി എപ്പോഴും ഈ നമ്മളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയുടെ സൈഡിൽ എപ്പോഴും ആരുണ്ടാകും? ഈ പൈശാചിക ശക്തി ഇത് കേട്ടുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ കോൺവെർസേഷൻ ശ്രദ്ധിച്ചുകൊണ്ട് ആരുണ്ടാകും? പൈശാചിക ശക്തികളുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നമ്മളുടെ വാക്കുകൾ കൃത്യതയുള്ളതായിരിക്കണം, നമ്മളുടെ വാക്കുകൾ നിശ്ചയമുള്ളതായിരിക്കണം. നമ്മളൊരു വാക്ക് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു നമ്മൾ എന്താണ് പറയുന്നതെന്നതിനെക്കുറിച്ച് നമ്മൾക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. അല്ലാതെ ചുമ്മാ നമ്മളിങ്ങനെ കാളം പൂളം പറഞ്ഞു പോയതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സ്പിരിച്വൽ വാർഫെയർ നടത്തേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓരോരോ സ്പിരിറ്റിനെയും അഡ്രസ്സ് ചെയ്ത് എല്ലാം കൂടെ ഒറ്റ ദിവസം ചെയ്യണമെന്നല്ല, അത് നമ്മൾ ഓരോരോ ദിവസങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ സ്പിരിച്വൽ വാർഫെയർ നടത്തേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്പിരിറ്റിനെയും, ഓരോന്നിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ അഡ്രസ്സ് ചെയ്ത് അതിനോട് വേണം നമ്മൾ യുദ്ധം ചെയ്യാൻ. അത് നമ്മൾ പറഞ്ഞിരിക്കണം. ഇന്ന് ഞാൻ ഇന്ന സ്പിരിറ്റിനോട്, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനോട്, അല്ലെങ്കിൽ ജോലി മേഖലയിൽ എനിക്ക് വിരോധമായി വ്യാപരിക്കുന്ന ആ സ്പിരിറ്റിനോടാണ് ആ പൈശാചിക ശക്തിയോടാണ് ഞാനിന്ന് യുദ്ധം ചെയ്യുന്നത്. അതിനുവേണ്ടി ദൈവമേ അങ്ങനെ സഹായിക്കണം. പരിശുദ്ധാത്മാവെ, അന്യഭാഷയുടെ ആഴങ്ങളിലേക്ക് എന്നെ ഇറക്കണം. വിശുദ്ധ ദൂതന്മാരെ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ഇറങ്ങി വരിക. ഈ പൈശാചിക മണ്ഡലത്തോട്, എൻ്റെ ഈ സാമ്പത്തികത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരിക എന്നും നമ്മൾ ആരോട് കൽപ്പിക്കണം? ദൂതന്മാരോട് കൽപ്പിക്കണം. കൽപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥന തുടരുക. നമ്മളുടെ അന്യഭാഷയുടെ ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് നമ്മളെ കൊണ്ടുപോകും. പിന്നെ ആ
അന്യഭാഷയിലൂടെ നമ്മൾ ആരാധിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ഈ ദൂതന്മാർക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ദൂതന്മാർക്ക് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അന്യഭാഷയുടെ തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ എന്ത് ചെയ്യും? ദൂതന്മാർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ആ പൈശാചിക ശക്തികളും തിരിച്ച് യുദ്ധത്തിന് ഇറങ്ങും അവരോട്. അപ്പോൾ അവർക്ക് ഇന്നത് ചെയ്യണമെന്ന് നമ്മൾക്കറിയാം. ഈ ലോകത്തിൻ്റെ യുദ്ധം മാത്രം നമ്മളൊന്ന് കൺമുമ്പിലൊന്ന് കാണുക. ഓക്കെ, അവർ യുദ്ധം നിൽക്കുമ്പോൾ അവർക്ക് ആര് കൊടുക്കും? ഒരു കമാൻഡർ അവരുടെ പിന്നിലുണ്ടല്ലേ. ആ കമാൻഡർ അവർക്ക് കമാൻഡിങ് കൊടുത്തുകൊണ്ടിരിക്കും, കൽപ്പനകൾ കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് പോകാണ്ട് അവിടെ ഒരുത്തനിരിക്കുന്നു, അവനിട്ട് വെട്ട്, ഇവിടെ ഇരിക്കുന്നു, ഇവനിട്ട് വെട്ട്, ഇവിടെ ഇരിക്കുന്നു, ഇവനിട്ട് കൊടുക്കും, ഇവനെ നോക്കുക, അവനിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ആ ഇൻസ്ട്രക്ഷൻസ് ആണ് ആരും? പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ അന്യഭാഷയിലൂടെ ദൂതന്മാർക്ക് കൈമാറുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അന്യഭാഷ പ്രാപിച്ചവർ ഇതിനകത്ത് ഇറങ്ങുക. പിന്നെ വചനം വെച്ചിട്ട് നമ്മൾക്ക് വെട്ടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? വചനം വെച്ച് വെട്ടുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ അതിനുമായിട്ടുള്ള വചനങ്ങൾ നമ്മൾ എടുത്ത് വചനത്തിനകത്ത് നിന്ന് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, എന്നിട്ട് ആ വചനം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ഇത് പറയും, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല, ആ ഒരു വചനം പറയാം. പിന്നെ നമ്മൾക്ക് എന്താണ്? നമ്മുടെ സാമ്പത്തികത്തിനെതിരായിട്ടുള്ളത് പറയുമ്പോൾ ധനവും മാനവും യഹോവയിൽ നിന്ന് വരുന്നു. അങ്ങനെയുള്ള വചനങ്ങളൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഏതിനെ അഡ്രസ്സ് ചെയ്യുന്നു അതിനുള്ള വചനം നമ്മൾ വചനത്തിൽ നിന്ന് കണ്ടുപിടിച്ച് നമ്മളത് റിപ്പീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അന്യഭാഷയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്പിരിച്വൽ വാർഫെയർ മിനിസ്ട്രി നമ്മൾ ചെയ്യേണ്ടത്. അത് ആത്മീയ എന്താ പറയുക, ഒരു ലെവലിൽ എത്തി നിൽക്കുന്നവർക്ക് അത് മനസ്സിലാകും. ഇനി അല്ലാത്ത സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലായിരിക്കണം. രണ്ടാമത് നമ്മൾ സർവായുധ വർഗം ധരിക്കണം. മൂന്നാമത് നമ്മൾ കഴിവതും ഫാസ്റ്റിങ്ങോടെ ആയിരിക്കണം നമ്മൾ ഈ ഒരു ആത്മയുദ്ധത്തിന് വേണ്ടി ഇറങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കി കറക്റ്റായിട്ട് ആ പൈശാചിക സ്പിരിറ്റിനെ അഡ്രസ്സ് ചെയ്യണം. എല്ലാത്തിനെയും കൂടി ഒന്നിച്ച് കൊണ്ടുവരരുത് കേട്ടോ. ഒരു ദിവസം നമ്മൾ ഒന്നിനോട് ഫൈറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പറയുക, ദൂതന്മാരോട് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ കൽപ്പിക്കുക. അതിനുശേഷം കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൂതന്മാരോട് പറയുവാനുള്ള പരിശുദ്ധാത്മാവിലാണ് നമ്മൾ ആജ്ഞ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് പറയുക. അതിനുശേഷം അപ്പോഴാണ് ദൂതന്മാർ ഇറങ്ങി വന്ന് അവർക്ക് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഏതിനെയാണ് വെട്ടേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായി അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ദൂതന്മാർക്ക് വേണ്ടത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ യുദ്ധത്തിൽ കമാൻഡറായിട്ട് നമ്മളെ ദൈവം ഉപയോഗിക്കും എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക. അപ്പോൾ അതിനകത്ത് പല വിധത്തിലുള്ള അറ്റാക്കുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മളെ അത് ഫിനിഷ് ചെയ്യിപ്പിക്കാതെ വണ്ണം പിശാച് നമ്മൾക്ക് ചിലപ്പോൾ ചില ഇതൊക്കെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഏകാഗ്രമായിട്ടൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ പല പണികളിലേക്ക് പോകുന്ന കൂട്ടത്തിലല്ല നമ്മളിത് പറയേണ്ടത്. ഏകാഗ്രതയോടെ തന്നെ നമ്മൾ ഇരുന്നിട്ട് വേണം ഈ ഒരു മിനിസ്ട്രി നമ്മൾ ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങളൊന്ന് ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കുക. പിന്നീട് ഒരിക്കലും ആ ഒരു സ്പിരിറ്റ് നമ്മൾ ഒരിക്കൽ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പിരിറ്റ് പിന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾക്കെതിരെ എഴുന്നേറ്റ് വരത്തില്ല. ഇതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാനങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രശ്നം പിന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേറ്റിട്ടില്ല. ആ ഒരു ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലോട്ട് നമ്മൾ ഇറങ്ങുക. അതാണ് സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഞാൻ ഇന്നുകൊണ്ട് ഫിനിഷ് ചെയ്യുകയാണ്. നാളെ തൊട്ട് വീണ്ടും നമ്മൾ ബിബ്ലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു സബ്ജക്റ്റിലേക്ക് നമ്മൾ കിടക്കും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.